എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 3 ഷെയർസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് ഏകദേശം 100 രൂപയിൽ താഴെ വിലയുള്ള 3 ഷെയർസാണ്. അപ്പോൾ അതിൻ്റെ ലെവൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യമേ തന്നെ പറയുന്നു. ചില ലെവൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകളിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം ക്രിയേറ്റ് ആവുന്നതാണ്. അത് എന്തെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി എന്നീ 6 ഗുണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉയരത്തിലെത്താൻ കഴിയും. നമ്മൾക്ക് മാത്രമല്ല ആർക്കും ഈ 6 ഗുണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഉയരത്തിലെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും. എല്ലാം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കരുത്. കാരണം ഈ 6 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കണം. താൻ പാതി ദൈവം പാതി എന്നാണെന്നല്ലോ ചൊല്ല്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞ ആദ്യ കണ്ടീഷൻ ഉദ്യമം എന്നതാണ്. എന്താണ് ഉദ്യമം എന്ന് പറഞ്ഞാൽ? ഉദ്യമം എന്നാൽ നന്നായി പരിശ്രമിക്കുക എന്നാണ്. നന്നായി പരിശ്രമിച്ചാൽ ഒരു കർമ്മവും പാഴാക്കി പോവില്ല, അതിന് നല്ല ഫലശ്രുതി ഉണ്ടാകും. അടുത്തത് നോക്കിയാൽ സാഹസം. നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് സാഹസം. സാഹസം എന്ന പദത്തിന് എടുത്തുചാട്ടം എന്ന ഒരു അർത്ഥം നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. കാരണം എടുത്തുചാട്ടം അല്ല സാഹസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഉദാഹരണം പറയണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്തൽ പഠിക്കൂ. പക്ഷെ ഒരു വെള്ളത്തിൽ ഒരാൾ ഇറങ്ങുന്നു, നീന്തൽ പഠിക്കും, അതൊരു സാഹസമാണ്? ഒരിക്കലും ഇല്ല. അതുപോലെ കാര്യങ്ങളിലേക്ക്, വെള്ളം ആകുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഷെയർ ഉയരുമോ താഴുമോ എന്ന് വിചാരിച്ചിട്ട് അതിൽ ഒരു ബൈ എൻട്രി നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ, പിന്നെ അതിൽ പേടിച്ചിരുന്നിട്ട് ബൈ എൻട്രി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സാഹസം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കിയാൽ ധൈര്യം. ധൈര്യം എന്നാൽ ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും തുടങ്ങി വെച്ച കാര്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയല്ല എന്ന ആത്മധൈര്യത്തിന് ആണ് ധൈര്യം എന്ന് പറയുന്നത്. നമുക്ക് കേട്ടില്ല, അവൻ നല്ല ധൈര്യം ഉള്ളവനാണ് എന്നുള്ളത്. അതാണ് ധൈര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ നമ്മൾ നോക്കിയാൽ ബുദ്ധി. അതായത് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. യഥാസമയം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കേണ്ട രീതിയിൽ ബുദ്ധി ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഉയർച്ച അല്ലെങ്കിൽ ഉന്നതി ഉണ്ടാവുകയുള്ളൂ. അടുത്തത് അഞ്ചാമത്തെ കാര്യം നമ്മൾ നോക്കിയത് എന്താണ്? ശക്തി. ശക്തി എന്ന് പറയുന്നത് കേവലം ശാരീരികമായ ഒരു ബലമല്ല, മാനസികമായ ശക്തിയാണ് നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടത്. ഒരു മഴ കൊണ്ട് മരം വെട്ടുകാരനാണെങ്കിൽ അവന് ശാരീരികമായ ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു ചുമടെടുക്കുന്ന ആൾക്കാണെങ്കിൽ അവന് ശാരീരികമായ ശക്തിയാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു ശാരീരിക ശക്തിയുടെ ഒരു ആവശ്യവും ഇതിൽ വരുന്നില്ല. നമുക്ക് ബുദ്ധിപരമായ ശക്തിയുടെ അല്ലെങ്കിൽ മാനസികമായ ശക്തി വികസിക്കുന്നതോ അതിനനുസരിച്ചുമാണ് നമ്മളെ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അതിൽ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ശാരീരിക ശക്തിയേക്കാൾ ഉപരി മാനസിക ശക്തിയാണ് വേണ്ടത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട ഗുണങ്ങൾ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ഷെയറാണ് മോർഫൻ ലാബ്. നമ്മൾ ഇവിടെ ചാർട്ട് കാണുന്നതാണ് മോർഫൻ ലാബിൻ്റെ ഗ്രാഫാണ് ചാർട്ട് കാണുന്നത്. ഏകദേശം 90 രൂപ 75 പൈസയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. കണ്ട ഇവിടെ കാണാൻ സാധിക്കും, 90 രൂപ 75 പൈസ. അതുകൂടാതെ ഇവിടെ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് നല്ല വോള്യൂം ഉണ്ട്. ഇത്രയും വോള്യൂം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നല്ല വോള്യൂം. അതുകൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയ്സിൽ നല്ല വോള്യൂം ഉണ്ട്, നല്ല വലിയൊരു ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്.
സ്റ്റോക്ക് കുറേ നാളായിട്ട് ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്ത് വേണ്ട. ഇവിടെ കൺസോളിഡേഷൻ റേഞ്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ അത് ബ്രേക്ക് ചെയ്ത് വിത്ത് പോൾ, അതിന് കൂടാതെ വീണ്ടും ഒരു കൺസോളിഡേഷൻ ഫേസ് തന്നെയാണ് ഫോം ചെയ്തിട്ട് വേണ്ട. അതാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ ഒരു ബൈ എൻട്രി ഇവിടെ പരിഗണിക്കുകയാണെങ്കിൽ കൃത്യമായി ഇൻട്രാഡേ ബേസിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആ ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഈ ഏരിയ, ഈ റെഡ് ക്യാൻഡിലെ താഴെ ഏകദേശം നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഏകദേശം ഒരു 75-74 റേഞ്ചാണ്. അത് താഴെ പോവുകയാണെങ്കിൽ അത് വിറ്റുമാറുന്ന റേഞ്ചിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇടണം. കാരണം അവിടെയാണ് നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. 75-74 ഇൻട്രാഡേ ബേസ് ആണ് പറയുന്നത്. 75-74. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ഒരു ഇൻട്രാഡേ ചാർട്ട് പിക്ചർ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ കാണാൻ. ഇത് നമുക്കൊരു വീക്കിലി ചാർട്ട് വ്യൂവിൻ്റെ പിക്ചർ നോക്കാം. എന്താണ് വീക്കിലി ചാർട്ട് വ്യൂവിൽ പിക്ചറിൽ ഈ സ്റ്റോക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ. വീക്കിലി ചാർട്ട് വ്യൂവിലും അത് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫോമിൽ നിന്ന് മുകളിലേക്ക് ആണ് പോയിട്ടുള്ളത്. ആ പോയ ക്യാൻഡിൽ നല്ല വോളിയം ഉണ്ട് വീക്കിലി. പക്ഷെ നമ്മൾ ഈ ചാർട്ട് വ്യൂവിനെ തന്നെ ഒരു മന്ത്ലി ചാർട്ട് വ്യൂവിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാലും, മന്ത്ലി ചാർട്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാലും കൃത്യമായ ആ റെസിസ്റ്റൻസ് സോണാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇവിടുത്തെ ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു നല്ല രീതിയിലൊരു അപ്സൈഡിൽ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഇൻട്രാഡേ ബേസിൽ പറഞ്ഞ റേഞ്ച് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ പോവാം. അടുത്ത സ്റ്റോക്കാണ് രാധിക ജുവൽ ടെക്. ഏകദേശം 113 രൂപയുടെ മാർക്കറ്റ് റേറ്റ് കാണുന്നത് കണ്ടോ. ഇപ്പം 113 രൂപയുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ കയറി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത്. നല്ല രീതിയിൽ കയറിയതിന് ശേഷം കുറച്ച് ദിവസങ്ങളിലായിട്ടൊരു സ്റ്റക്ക്, ഒരു കൺസോളിഡേഷൻ ഫോമിലാണ് ഇത്. അതായത് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു മാർക്ക് ചെയ്താൽ ഇവിടുത്തെ ക്യാൻഡലിൻ്റെ ലോ മാർക്ക് ചെയ്ത് ഇവിടുത്തെ ഹൈ മാർക്ക് ചെയ്ത് അതിനുള്ളിലാണ് ട്രേഡ്. അതായത് ഒരു മദർ ക്യാൻഡിൽ സ്ട്രാറ്റജിയുടെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാധിക ജുവൽ ടെക് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നതാണ് മദർ ക്യാൻഡിൽ. അതിനു മുകളിൽ ക്ലോസിംഗ് നടത്തുകയാണെങ്കിൽ മാത്രമേ ഇതിലൊരു ബൈ എൻട്രി നമുക്ക് പരിഗണിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഇതിൽ ബൈ എൻട്രി ഇല്ല. അത് ഏകദേശം ഒരു 116-117 റേഞ്ചിലാണ്. അതിനു മുകളിൽ ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈക്ക് മുകളിൽ ക്ലോസിംഗ് നടക്കുകയാണെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു ബൈ എൻട്രി പരിഗണിക്കാം. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ വൈഡ് റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ താഴെ, അതായത് ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 96 ഇപ്പോൾ ഇതിൽ നമുക്ക് കാണുന്ന റേഞ്ച് 96. അപ്പോൾ ആ 96 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതിൽ ഒരു ബൈ എൻട്രി പരിഗണിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വെയിറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ മാർഗം. കാരണം ഇതൊരു മദർ ക്യാൻഡിൽ സ്ട്രാറ്റജി ആയതുകൊണ്ട് ഇതിന് ഒരു ക്ലോസിങ് കിട്ടേണ്ടതായിട്ടുണ്ട് നമുക്ക്. അതുവരെ ഇത് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ സ്റ്റോക്കിനെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്. ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രം ബൈ എൻട്രി, സ്റ്റോപ്പ് ലോസ് മറക്കണ്ട 96. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ജയം ഫിനാൻഷ്യൽ ലിമിറ്റഡ്. ജയം ഫിനാൻഷ്യൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് 122 രൂപയുടെ ലാസ്റ്റ് കറണ്ട് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ട നല്ലതായിട്ട് വോളിയം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഈ കയറ്റത്തിൽ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു വോളിയത്തോടു കൂടി വന്ന് അതിനുശേഷം നല്ല രീതിയിൽ കയറുന്നു. അപ്പോൾ വോളിയത്തോടുകൂടി നല്ല രീതിയിൽ കയറുന്നത് കൊണ്ട് ആ കയറ്റത്തിൽ നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള കയറ്റമായിട്ട് നമുക്ക് ഇതിൽ കണക്കാക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് വീക്കിലി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത്. കണ്ട വീക്കിലി നമ്മൾ നോക്കുമ്പോൾ കൃത്യം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. കണ്ട ഇവിടുത്തെ കൃത്യം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 2 രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമുക്ക് ഇതിൽ വീക്കിലി നമുക്ക് അവൈലബിൾ ആണ്.
അതായത് ഒന്നാമത്തെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സപ്പോർട്ട് പോയിന്റ്, ഇവിടെ ഒന്നാമത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ സപ്പോർട്ടായിട്ട് പരിഗണിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഈ ഏരിയ, ഈ ഭാഗത്ത്, അതായത് ഒരു 104 അല്ലെങ്കിൽ 103 റേഞ്ചിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടെ ഇനി വീണ്ടും വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ബൗൺസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇടാവുന്നതാണ്, അതായത് 104 103 റേഞ്ച്. അതുമല്ല, വലിയ വൈഡ് റേഞ്ച് സ്റ്റോപ്പ് ലോസ് വേണവർക്ക് ഈ റേഞ്ചിൽ, അതായത് 90 റേഞ്ച്, അത് കുറച്ചും കൂടി വൈഡ് റേഞ്ച് ആയിരിക്കും, പക്ഷേ സേഫ്റ്റി സോണായിരുന്നത് 90 രൂപയാണ് മറ്റൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ്. ഇത്രയും സ്റ്റോപ്പ് ലോസ് പോയിന്റ് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഇതിലൊരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് നല്ല രീതിയിലുള്ള മൊമെൻറ്റം നമുക്ക് കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എല്ലാത്തിലും കൃത്യമായിട്ട് പരിപാലിക്കുക. കാരണം സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടിൻ്റെ ഒഴുക്ക് തടയാനുള്ള ഒരു മാർഗമാണ്. അതുകൂടാതെ ഇതിന് മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കി നോക്കിയാൽ കൃത്യം റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത്, JM ഫിനാൻഷ്യൽ. കണ്ടാ, ഇവിടെ നോക്കിയാൽ മൾട്ടി റെസിസ്റ്റൻസ് ആണായിരുന്നത്. കണ്ടാ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി റെസിസ്റ്റൻസ് ആണായിരുന്നു. അതാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഏരിയ. മൾട്ടി റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ മോർ ടൈം, കൂടുതൽ ടൈം. കണ്ട, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണായിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെയും റെസിസ്റ്റൻസ്, ഇവിടെയും ഒരു ടച്ച്. കണ്ട, ഇത്രയും കയറി വന്നിട്ട് വീണ്ടും താഴ്ന്നിട്ട് പുൾ ബാക്ക്. അതാണ് ഇവിടെ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. മന്ത്ലി നോക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇത് കയറി പോകാനായിട്ട് നമുക്ക് സാധ്യത കാണുന്നുണ്ട്. ഒരു 20-25% നമുക്ക് ഇതിൽ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 എങ്കിലും നമുക്ക് ഇതിൽ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടണം. പക്ഷേ കൃത്യമായ സ്റ്റോപ്പ് ലോസും പരിഗണിക്കുക എല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് കയറാൻ സാധ്യതയുള്ള ഒരു 3 ഷെയർസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി വീണ്ടും പറയാം. കാരണം ഇത്രയും ലെവൽസ് കണ്ടായി, ഇത്രയും റെസിസ്റ്റൻസ് ഒക്കെ വന്നതുകൊണ്ട്, അത് ബ്രേക്ക് ചെയ്തതുകൊണ്ട് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് ഒരു പറയുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക. ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുകയോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു എൻട്രി എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക. അതുകൂടാതെ നിങ്ങളുടെ തൊട്ടടുത്ത കൂട്ടുകാരനോ അല്ലെങ്കിൽ കുടുംബ ഗ്രൂപ്പിലോ അവിടെ ആരെങ്കിലും ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.